വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇത് നമ്മുടെ കിച്ചണിൽ ഒരു ബീഫ് വെറൈറ്റിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയം മുതൽ എന്നോട് കുറച്ച് പേര് ആവശ്യപ്പെട്ട സാധനമാണ് ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കി കാണിക്കണമെന്ന്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ആവശ്യപ്പെട്ട പലരും ബാച്ചിലേഴ്സ് ആയിരുന്നു. സോ ബാച്ചിലേഴ്സിന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന രീതിയിൽ എല്ലാവർക്കും ഉണ്ടാക്കാം. പക്ഷേ ബാച്ചിലേഴ്സിന് ഇറ്റ്സ് വെരി ഈസി, കാരണം വളരെ കുറച്ച് പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഒരു കുക്കറിൽ നമ്മളെല്ലാം കൂടെ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഈസി ആയിട്ടൊരു ബീഫ് ഡ്രൈ ഫ്രൈ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫ് കൊണ്ട് ഇതിന് മുമ്പ് ഞാൻ രണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബീഫ് കൊണ്ടാട്ടം, പിന്നെ ഒരു ബീഫ് പെപ്പർ റോസ്റ്റ്. ഇത് രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതും എല്ലാവരും കാണുക. നമുക്ക് പെട്ടെന്ന് ബീഫ് ഡ്രൈ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഇവിടെ ഐറ്റംസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 1 കിലോ ബീഫ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ 1 കിലോ ബീഫ് ഞാൻ നന്നായിട്ട് കഴുകി വെള്ളം മൊത്തം കളഞ്ഞാൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഒട്ടും നനവ് പാടില്ല. നമ്മളിതിൽ വെള്ളം തീരെയും ചേർക്കുന്നില്ല. സോ ഇതിൻ്റെ പ്രത്യേകത മിക്കവാറും എല്ലാം നമ്മൾ ഒറ്റ കുക്കറിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇതിലൂടെ ഞാൻ ചേർക്കാൻ പോണത് ഇതിലൊരു 10 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക് ഇത്രയും ചതച്ചെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. 1.5 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, വലിയ ജീരകമല്ലേ, ഒരു ചെറിയ കഷ്ണം പട്ടയും, ഒരു 5 ഗ്രാമ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഒരു 1 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഒരു 2 മീഡിയം സവാള അത് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു നാരങ്ങയുടെ നീരൊഴിക്കുന്നുണ്ട് കേട്ടോ, ചെറിയ നാരങ്ങയുടെ ആണേ. സോ ഇത്രയും ഒഴിച്ചതിന് ശേഷം ഞാൻ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾ സ്പൂണ് കൊണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. ഞാനെല്ലാം കൈകൊണ്ടാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, അത് ഓർക്കുക. തൈര് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ മിക്സ് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുക. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം മിനിമം അരമണിക്കൂർ, എത്ര അധികം വെച്ചാലും നല്ലതാണ് കേട്ടോ. നമുക്ക് അതിന് ശേഷം വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇപ്പോൾ അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട് കേട്ടോ. നമ്മളിനി തീ കത്തിച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഒരു 7 വിസിൽ വരുന്നത് വേവിക്കാം. നമുക്ക് ബീഫ് ഒരു 90% വെന്താൽ മതി, കാരണം അതിനുശേഷം നമ്മൾ കുറേ അധികം ഫ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് വേണമെങ്കിൽ മാറ്റാം. ഞാൻ 7 വിസിൽ വരെയാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് ഇപ്പോൾ 7 വിസിലൊക്കെ വന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റീമൊക്കെ പോയി ഇരിപ്പുണ്ട്. നമുക്ക് നോക്കാം എൻ്റെ അവസ്ഥ എന്താണെന്ന്. കണ്ടോ, നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാത്തതാണ്, എന്നാലും കുറച്ച് വെള്ളമൊക്കെ വന്ന് ഇറങ്ങി നിൽപ്പുണ്ട്. അത്യാവശ്യം വെന്തിട്ടുമുണ്ട്. അതേസമയം ഞാനൊരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കി ഒഴിച്ചാൽ മതി. പിന്നെ ഈ ബീഫ് ഫ്രൈയെ സംബന്ധിച്ച് വെളിച്ചെണ്ണ കുറച്ചധികം വേണം. എന്തായാലും വെളിച്ചെണ്ണയുടെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് നല്ല ഫ്രൈ ആയി കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക തന്നെ വേണം. കുറച്ച് ആദ്യം ഒഴിച്ചിട്ടുള്ളൂ, നമുക്ക് ഇടയ്ക്ക് ആവശ്യമനുസരിച്ച് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബീഫിനെ അതിലേക്ക് മൊത്തത്തിലങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ, നമ്മുടെ ബീഫിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. നമ്മൾ അല്പം പോലും വെള്ളം ചേർത്തിരുന്നില്ല. കണ്ടോ, ആ ഞാൻ പറഞ്ഞ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്ന്. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഈ വെള്ളം അത്രയും വറ്റുന്നത് വരെ ഒന്ന് വേവിക്കുക. നമ്മുടെ ബീഫ് ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ സമയം പണിയുണ്ട്. ഇതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിനെ ഫ്രൈ ആക്കാൻ വേണ്ടി ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ ഇടയ്ക്കിടെ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ, പിന്നെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണമെന്ന്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇടയ്ക്കിടെ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് എത്ര ഫ്രൈ ആവണോ അതുവരെ നമ്മൾ എണ്ണ ഒഴിച്ച് ഇതിനെ ഫ്രൈ ആക്കി എടുക്കണം. തീ നിങ്ങൾ മീഡിയത്തിലും താഴെ ആക്കി കൊടുക്കുക. കാരണം ചെറിയ ഫ്ലെയിമിൽ ഫ്രൈ ആക്കിയാൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നമുക്ക് വേണമെങ്കിൽ വലിയ എന്താ പറയുക, ഹൈ ഫ്ലെയിം ഇട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മുടെ ബീഫ് ഫ്രൈ ഒന്നും കൂടി ഒരു ബ്രൗൺ നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ ഇതിലോട്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ കണക്കാക്കിയിട്ട് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എരിവനുസരിച്ച് വേണമെങ്കിൽ കൂട്ടാം. ഞാൻ 2 ടീസ്പൂണ് ചേർക്കുന്നത് കേട്ടോ. യെസ്, ഇതിന് പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല എത്ര ഫ്രൈ ആവണം എന്നുള്ളതിന്. നിങ്ങൾക്ക് ആവശ്യമായ
ആ ഒരു കളർ അല്ലെങ്കിൽ അത്രയും ഡ്രൈ ആകുന്നവരെ ഇതിനൊന്ന് ഫ്രൈ ചെയ്യാം. അതേസമയം ഇതിൽ ഗാർണിഷിങ്ങിന് വേണ്ടി ചെറിയൊരു സാധനം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഗാർണിഷ് ചെയ്യുമ്പോൾ ഇത് വറുത്ത് ഇതിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എരിവ് കൂടുതൽ വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സോ മുളകൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് അതിലേക്ക്. സോ നമ്മുടെ ബീഫ് നല്ല ഡ്രൈ ആയിട്ടുണ്ട് അത്യാവശ്യം. ഇതിലേക്ക് ഇനി ഇതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എണ്ണ വീഴണ്ട കേട്ടോ. എണ്ണ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, നമ്മൾ കറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് പിന്നെയും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ ഇതേ കിഡിലിനാക്കി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. കിടുവല്ല, കിഡിലിൻ അല്ലേ. സോ ശരിക്കും ഫ്രൈ ആക്കിയിട്ടുണ്ട് ഞാൻ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു കഷ്ണം ഞാനൊന്ന് കഴിച്ച് കാണിക്കും കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും ഞങ്ങളിന്ന് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കാൻ കുറച്ചും കൂടി ഡിലേ ആവും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. കുറച്ച് ടൈം എടുക്കുമെങ്കിലും വളരെ കുറച്ച് പ്രോസസ്സേ ഉള്ളൂ. അതുകൊണ്ട് ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ആർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് ബീഫ് ഡ്രൈ ഫ്രൈ. സോ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. ഓൾ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.